അപ്പോൾ നമ്മൾ കമ്പണന്റ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ കമ്പണന്റ്സിന് ഒരു ഫോൾഡർ ഉണ്ടാക്കി അതിനകത്ത് നമ്മൾ കമ്പണന്റ് ഉണ്ടാക്കുന്നത് കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമ്മൾ ഇനി ഇതിലേക്ക് ഇങ്ങനെ സ്റ്റൈൽ കൊടുക്കാന്ന് നോക്കാം. സ്റ്റൈൽ എന്ന് പറയുമ്പോൾ CSS എങ്ങനെ കൊടുക്കാന്ന് നോക്കാം. അപ്പോൾ CSS നമുക്ക് രണ്ട് തരത്തിൽ കൊടുക്കാം. അതിൽ നമുക്ക് എല്ലാത്തിനും അപ്ലിക്കബിൾ ആയിട്ട് ഗ്ലോബൽ ആയിട്ട് ഒരു CSS ഫയൽ കൊടുക്കാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ index.css കൊടുക്കാം. ഓക്കെ, ഇതിൽ നമുക്ക് പല സ്റ്റൈൽ കൊടുക്കാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ എന്താണ് കോഡിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്കൊന്ന് റെഡ് ആക്കണം. ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ബാക്ക്ഗ്രൗണ്ട് എന്ത് ചെയ്താൽ മതി, കളർ ഞാൻ റെഡ് കൊടുക്കാണ് ജസ്റ്റ്. അപ്പം നമ്മൾ റൺ ചെയ്ത് നോക്കുകയാണ്. npm ബ്രൗസർ തുറന്നപ്പോൾ സ്റ്റൈലൊന്നും വന്നിട്ടില്ല, റെഡ് കളറൊന്നും വന്നിട്ടില്ല. എങ്ങനെ കൊടുക്കുമെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ main.jsx എടുക്കും. എന്നിട്ട് ഇതിലേക്ക് എന്ത് ചെയ്യുക, നമ്മൾ index.css ഇമ്പോർട്ട് ചെയ്യാം. നമ്മൾ സാധാരണ JavaScript ഫയൽ ഇമ്പോർട്ട് ചെയ്യാറുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ CSS ഫയൽ നമുക്ക് എന്ത് ഇമ്പോർട്ട് ചെയ്യാം. ഇമ്പോർട്ട് വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, index.css കൊടുക്കുക. എന്നിട്ട് അത് കണ്ടോ ഓട്ടോമാറ്റിക്കലി ആ സ്റ്റൈൽസ് അപ്ലൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ വഴി. എന്ന് വെച്ചാൽ നമുക്ക് CSS ഫയൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തുള്ള സ്റ്റൈൽസ് അപ്ലിക്കബിൾ ആവും. അപ്പോൾ ഇതിൽ നമുക്ക് ക്ലാസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കാം. നമുക്ക് എല്ലാത്തിൻ്റെയും പാഡിങ് ഡീഫോൾട്ട് ആയിട്ട് 0 കൊടുക്കുക, മാർജിൻ ഡീഫോൾട്ട് ആയിട്ട് 0 കൊടുക്കാം. ഡീഫോൾട്ട് സ്റ്റൈലിംഗ് കേട്ടോ, വേണം മാർജിൻ പാഡിംഗ് ഒക്കെ പോയി. അപ്പോൾ നമുക്ക് ഡീഫോൾട്ട് ആയിട്ട് സ്റ്റൈൽ കൊടുക്കാം. രണ്ടാമത്തേതാണ് നമ്മളിപ്പോൾ കാർഡ് ഉണ്ടല്ലോ, ഈ കാർഡിന് അതിൻ്റെതായിട്ടുള്ള ഒരു സ്റ്റൈൽ കൊടുക്കണം ഞാൻ. ഫോർ എക്സാമ്പിൾ ഈ കാർഡിന് നമുക്കൊരു ഷാഡോ ഒക്കെ കൊടുത്ത് കാർഡ് രൂപത്തിലാക്കണം. നമ്മൾ ഇതിന്റെ സ്റ്റൈല് കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇതിന് വേണ്ടിയിട്ടൊരു CSS ഫയൽ ഉണ്ടാക്കാണ്. നമ്മൾ കാർഡ് ശേഷം എന്ത് ചെയ്യുക, ഒരു മൊഡ്യൂൾ എന്ന് പറയാം, എന്നിട്ട് CSS കൊടുക്കുക. card.module.css. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ കാർഡ് എന്ന സാധനത്തിന് സ്റ്റൈൽ കൊടുക്കാൻ നമ്മൾ CSSൽ ക്ലാസ് ഉണ്ടാക്കാൻ സ്റ്റൈൽ കൊടുക്കുക. ഞാൻ കാർഡ് മറ്റു ക്ലാസ് ഉണ്ടാക്കാണ്. എന്നിട്ട് എന്താണ്, ഇപ്പോൾ തൽക്കാലത്തേക്കാണ് ബാക്ക്ഗ്രൗണ്ട് റെഡ് ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രം കേട്ടോ. അപ്പം പറയുന്നത് ഇതപ്പോൾ ഇത് റെഡ് ഒന്നും ആയിട്ടില്ല. റെഡ് ആവണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ പറഞ്ഞു നമുക്ക് index.css നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ രൂപത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഫയലിനകത്തുള്ള ഇതിനെ നമ്മൾ വിളിക്കുക CSSന്റെ ക്ലാസ് എന്നാണല്ലോ. ഇപ്പോൾ ഡോട്ട് ഇട്ടോളുന്ന സ്ഥലത്ത് നമ്മൾ ക്ലാസ് എന്ന് വിളിക്കാം. ഇതിനെ നമുക്ക് ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇമ്പോർട്ട് പറയാം, എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു ഓപ്പണിംഗ് ക്ലോസിംഗ് കൊടുക്കാം. അതിനകത്ത് എന്താ കൊടുക്കണേ ഞാൻ പറയാം. എന്നിട്ട് ഫ്രം പറഞ്ഞിട്ട് ഫയലിന്റെ പേര് card.module.css. ഇതിൻ്റെ അകത്ത് നിന്ന് ക്ലാസിന്റെ പേര്, നമ്മളിവിടെ ക്ലാസിന്റെ പേര് എന്താ കൊടുത്തത്, കാർഡ്. അപ്പോൾ അത് എനിക്ക് നേരെ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇതെങ്ങനെ ഇതിന് കൊടുക്കുക എന്നുള്ളതൊക്കെ സാധാരണ ക്ലാസ് കൊടുക്കുക, ക്ലാസ് ഈക്വൽ എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുക. പക്ഷെ ക്ലാസ് എന്നുള്ളത് ജാവാസ്ക്രിപ്റ്റ് ഒരു കീവേഡ് ആണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സാധനം കൺഫ്യൂഷൻ വരാണ്. ഇത് നമ്മൾ ക്ലാസ് നെയിം എന്നാണ് പറയാം കേട്ടോ. സാധാരണ HTML ആണ് നമുക്ക് ക്ലാസ് ഈക്വൽ ടു നേരെ കൊടുക്കാൻ പറ്റുമായിരുന്നു. ജാവാസ്ക്രിപ്റ്റിൽ ക്ലാസ് എന്നുള്ളൊരു കീവേഡ് ആണ്, ക്ലാസ് നെയിം എന്നാണ് ഇതിന് ഉപയോഗിക്കാം. ഓക്കെ, എന്നിട്ട് ഈക്വൽ ടു എന്ത് കൊടുക്കാം, നമുക്ക് ഈ ഒരു കാർഡ് എന്നുള്ള ക്ലാസ് കൊടുക്കുന്നുണ്ട്. ഇതൊരു കോഡിന്റെ പാർട്ടിലായിട്ടുള്ള സാധനം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈക്വൽ ടു കൊടുത്തിട്ട് ഒരു ഓപ്പണിംഗ് ക്ലോസിംഗ് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്താൽ മതി, കൊടുത്താൽ മതി. നമ്മൾ തുറന്നപ്പോൾ കണ്ടോ ഈ കാർഡ് എന്നുള്ള ക്ലാസ് എന്തായിട്ടുണ്ട്, നമ്മുടെ ഈ കാർഡ് കമ്പണന്റിന് അപ്ലൈ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്, നമ്മൾ കമ്പണന്റ് അതേ പേരിൽ .module.css ഉണ്ടാക്കി. എന്നിട്ട് അതിന് വേണ്ട സ്റ്റൈലിങ് കാർഡ് എന്ന് നോക്കാം, പേരെന്ത് വേണമെങ്കിലും കൊടുക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, അതിനെ ഇമ്പോർട്ട് ചെയ്ത് എങ്ങനെ സാധാരണ ജാവാസ്ക്രിപ്റ്റിനൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്ന മാതിരി തന്നെ എന്ത് ചെയ്തു, നമ്മൾ ഡീഫോൾട്ട് അല്ലാതെ ഇമ്പോർട്ട് ഉണ്ടല്ലോ നമുക്ക് ഓരോ ഇവിടെ വേറൊരു ക്ലാസ് ഉണ്ടെന്ന് വിചാരിച്ചോ, ഞാൻ ബട്ടൺ മറ്റൊരു ക്ലാസ് ഉണ്ടെന്ന് വിചാരിച്ചോ. അപ്പോൾ ഞാൻ ബാക്ക്ഗ്രൗണ്ട് കളർ ഗ്രീൻ കൊടുക്കാം. ജസ്റ്റ് ഒരു എക്സാമ്പിൾ കേട്ടോ. എനിക്ക് ക്ലാസ്സിന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ കാർഡ് കോമ ബട്ടൺ കൊടുത്താൽ മതി. എന്നിട്ട് ഞാനിവിടെ ക്ലാസ് നെയിം കാർഡിന് പകരം ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ പച്ചയായി. അങ്ങനെ നമുക്ക് ഈ CSS ക്ലാസ്സുകളെ ജാവാസ്ക്രിപ്റ്റിലോട്ട് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. നമുക്ക് എന്താ ഈ കാർഡിനെ കുറച്ചും കൂടെ ഒന്ന് കാർഡിന്റെ രൂപത്തിലേക്ക് തന്നെ മാറ്റാം. അപ്പം ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് ഈ ഒരു കളറാക്കാം. ഓക്കെ, പിന്നെ പാഡിങ് കൊടുക്കാം. പാഡിങ് ഒരു 20 പിക്സൽ പാഡിങ് കൊടുക്കാം. പിന്നെ ബോർഡർ റേഡിയസ് കൊടുക്കാം. ജസ്റ്റ് CS ആട്ടോ, ഉരുണ്ടതായില്ലേ. മാർജിൻ കൊടുക്കാം, അതും ഒരു 20 പിക്സൽ കൊടുക്കാം. ജസ്റ്റ് ഒരു തിരിയാൻ വേണ്ടി മാത്രം കേട്ടോ. ആണെങ്കിൽ ഒരു ഷാഡോ കൊടുക്കാം, ബോക്സ് ഷാഡോ ഉണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് എക്സാമ്പിൾ ഞാൻ കാണിച്ചു തന്നുള്ളൂ കേട്ടോ. ഇങ്ങനെ നമുക്ക് സ്റ്റൈൽ കൊടുക്കാം. അപ്പോൾ നമ്മൾ ബേസിക്കലി എന്താ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് സ്റ്റൈൽ രണ്ട് രൂപത്തിൽ കൊടുക്കാം. ഒന്നുകിൽ എന്ത് ചെയ്യുക, ഗ്ലോബൽ CSS ആയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, മെയിനിലോട്ട് ഡയറക്റ്റ്ലി ഇമ്പോർട്ട് ചെയ്താൽ മതി. രണ്ടാമത്തത് കമ്പണന്റിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള സ്റ്റൈലുകൾ നമ്മൾ കമ്പണന്റിന്റെ പേര് .module.css എന്നുള്ള രൂപത്തിൽ സേവ് ചെയ്ത് വെക്കും. ഇങ്ങനെ സേവ് ചെയ്യുന്നതിന്റെ സുഖം എന്താണെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ കാർഡ് എന്ന് കൊടുത്തിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ വേറെ ഏതെങ്കിലും ഒരു കമ്പണന്റ് ഉണ്ടെന്ന് വിചാരിച്ചോ, .jsx ഉണ്ട് കേട്ടോ. ഞാൻ ഇതിനകത്ത് എന്താണ്, ഇതിനൊരു another.module.cs ആയിട്ടാണ് നമ്മൾ ഇതിന്റെ സ്റ്റൈൽ കൊടുക്കുക. ഇതിൽ ഞാൻ ജസ്റ്റ് ഇപ്പോൾ തൽക്കാലത്തേക്ക് എന്താണ് div another എന്ന് മാത്രം കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിന്റെ അകത്ത് എന്തുണ്ട്, കാർഡ് എന്നിട്ട് ഇവിടെ ഉള്ള പോലെ തന്നെ കണ്ടോ, കാർഡ് എന്നുള്ള ക്ലാസ് പോലെ തന്നെ ഒരു ക്ലാസ് എന്ന് വിചാരിച്ചു. ഇത് നമ്മൾ കാർഡ് എന്നിട്ട് ക്ലാസ് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ഞാൻ ബ്ലൂ കൊടുക്കുകയാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും കാർഡ് ക്ലാസ് ഉണ്ട്, ഇവിടെയും കാർഡ് ക്ലാസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ ഇവിടേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ എന്ത് ചെയ്യാം, ഇമ്പോർട്ട് കാർഡ് CSS പറഞ്ഞാണ്ട് ചെയ്യാം. എന്നിട്ട് ഇതിന്റെ ക്ലാസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ക്ലാസ് നെയിം ഈക്വൽ ടു പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, നമുക്ക് കാർഡ് കൊടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ അനദറിന്റെ കമ്പണന്റിന് ഒന്ന് നമ്മൾ ആപ്പിനകത്ത് എവിടെയും കൊടുക്കുകയാണ്. അനദറിന് വന്നിട്ട് കണ്ടോ, ഇതിൻ്റെത് ബ്ലൂ ആയിട്ടുണ്ട്, ഇതിൻ്റെ മറ്റേതിലുള്ള ആയിട്ടുണ്ട്. അപ്പോൾ രണ്ടിലും കാർഡ് തന്നെയാണല്ലോ പേര്. എന്തെങ്ങനെ കൺഫ്യൂഷൻ വരാണ്ടായുള്ള റീസൺ നമ്മളിവിടെ .module.cs എന്ന് പറയുന്ന സമയത്ത് ഇതിനകത്ത് ഈ മൊഡ്യൂളിനകത്ത് കൊടുക്കുന്ന CSSന്റെ ക്ലാസ്സുകൾ ഇതിനകത്ത് മാത്രമേ അപ്ലിക്കബിൾ ആവുള്ളൂ. അപ്പോൾ നമുക്ക് ശരിക്കും തിരിയണമെങ്കിൽ നമ്മൾ കോഡ് തുറന്നിട്ട് ഇതിലെ കമ്പണന്റ് നോക്കാം. ഇപ്പോൾ കണ്ടോ,
ഇവിടെ ഞാൻ ക്ലാസ് കൊടുത്തത് കാർഡ് എന്നാണെങ്കിലും പേര് കൊടുക്കുമ്പോൾ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു എക്സ്ട്രാ പേര് കൂടെ ഇതിൻ്റെ കൂടെ എക്സ്ട്രാ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതായത് ഒരു മൊഡ്യൂളിനകത്ത് കൊടുക്കുന്ന ക്ലാസിന്റെ പേര് ആ മൊഡ്യൂളിനകത്ത് മാത്രം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഈ അനദർ ഡോട്ട് മൊഡ്യൂൾ ഡോട്ട് CSSന്റെ ക്ലാസ്, ഈ കാർഡ് എന്നുള്ള ക്ലാസ് ഇതിന്റെ ഉള്ളിൽ മാത്രം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പുറത്ത് അതിന് വാലിഡിറ്റി ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ ഡോട്ട് മൊഡ്യൂൾ ഡോട്ട് CS ആയിട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് സ്കോപ്പിൽ നിന്നാണ് വിളിക്കുക. ഇതിന്റെ അകത്ത് മാത്രമേ ഇതിന് സ്കോപ്പ് ഉള്ളൂ. ജസ്റ്റ് ഞാൻ പറഞ്ഞതാണ്. അപ്പൊ ഇങ്ങനെ നമുക്ക് രണ്ട് തരത്തിൽ ഇപ്പൊ CS കൊടുക്കാന്നുള്ള മനസ്സിലാക്കിയാൽ മതി. വേറെ ഒന്നും നിങ്ങൾ ആലോചിക്കേണ്ട ആവശ്യമില്ല കേട്ടോ.